ഡോക്ടർ, എന്റെ കുഞ്ഞിന് കഴിഞ്ഞ 6 മാസമായി ചുമയും ശ്വാസതടസ്സവുമുണ്ട്. ഇത് ആസ്മയാണോ? ഇത്തരം നിരവധി ആശങ്കകൾ ഞങ്ങളുടെ ദൈനംദിന പ്രാക്ടീസിൽ ഞങ്ങൾ കാണാറുള്ളതാണ്. ആസ്മയെക്കുറിച്ച് ധാരാളം കെട്ടുകഥകളും തെറ്റിദ്ധാരണകളുമുണ്ട്. ഒന്നാമത്തേത് ആസ്മ മുതിർന്നവർക്കുണ്ടാകുന്ന അസുഖമാണെന്നതാണ്. രണ്ടാമത്തേത് കുടുംബത്തിൽ ആസ്മയുടെ ചരിത്രമുള്ളവരുടെ കുട്ടികൾക്ക് മാത്രമേ ആസ്മ വരൂ എന്നുള്ളതാണ്, രക്ഷിതാക്കൾക്ക് ആസ്മയുണ്ടെങ്കിൽ. മൂന്നാമതായിട്ട് ആസ്മയെ ആൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ കൊണ്ട് മാത്രം അല്ലെങ്കിൽ യോഗ കൊണ്ട് മാത്രമേ ഭേദമാക്കാനാവൂ എന്നുള്ളത്. പ്രധാനമായും നാലാമത്തേത് പലർക്കുമുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആസ്മയ്ക്കുള്ള ചികിത്സയിൽ ഇൻഹെയിൽഡ് സ്റ്റെറോയിഡുകളുടെ ഉപയോഗം ആവശ്യമില്ലെന്നും ഈ സ്റ്റെറോയിഡുകൾ അഡിക്ഷൻ ഉണ്ടാക്കുമെന്നും ഒക്കെയാണ്. വസ്തുതകളാവട്ടെ, നമ്പർ 1, ആസ്മ എന്നത് ഒരു രോഗമേ അല്ല. ഇത് ശ്വാസനാളത്തിലുണ്ടാവുന്ന ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ് കുഞ്ഞിന്റെ. അതുപോലെ തന്നെ ആസ്മ ഫാമിലി ഹിസ്റ്ററിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വരുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും വരാം. ആസ്മയെ ഏതെങ്കിലും ഒരു തരം മരുന്നുകൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാനാവില്ല. അത് ആൾട്ടർനേറ്റീവ് മെഡിക്കേഷനോ യോഗയോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇൻഹെയിൽഡ് സ്റ്റെറോയിഡുകളുടെ ഉപയോഗം ആസ്മയ്ക്കുള്ള ചികിത്സാ രീതികളിലെ ഒരു വൻ മുന്നേറ്റമാണ്. കാരണം ഈ സ്റ്റെറോയിഡുകൾ എന്ന് പറയുന്നത് ആ സ്റ്റെറോയിഡുകളെ പോലെയല്ല. അവ ശരീരവ്യൂഹത്തെ തകരാറിലാക്കും. അകത്തേക്ക് കഴിക്കുന്ന സമയത്ത് ആ സ്റ്റെറോയിഡുകൾ നിങ്ങളുടെ രക്തത്തിലെത്തി നിങ്ങളത് പതിവായി ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായേക്കാം. പക്ഷേ ആസ്മ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സ്റ്റെറോയിഡുകൾ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്റ്റെറോയിഡുകളുടെ മറ്റൊരു പതിപ്പാണ്. അവ വളരെ ചെറിയ അളവുകളിലാണ് നൽകുന്നത്, 80 മുതൽ 100 മൈക്രോഗ്രാംസ് വരെ. ഇത് പഫ് ചെയ്യുകയോ ശ്വസിക്കുകയോ ചെയ്ത് ശ്വസനവ്യൂഹത്തിലെത്തും. അത് ശ്വാസകോശത്തിലെത്തി പ്രതികരണശേഷി കുറച്ച് ആസ്മയുടെ ലക്ഷണങ്ങളെ പരിമിതപ്പെടുത്തുന്നു. ഈ പറഞ്ഞവയൊക്കെയാണ് ആസ്മ ചികിത്സയ്ക്കുള്ള സുരക്ഷിതമായ മാർഗങ്ങൾ. ഇവ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല. ദയവായി നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കൂ ആസ്മയുടെ ചികിത്സാ രീതികളെക്കുറിച്ച്. അതോടൊപ്പം കുഞ്ഞിന്റെ ജീവിതശൈലിയിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും ചോദിച്ചറിയുക.